സുഹൃത്തുക്കളെ, UAE അട്രാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ പാം ജുമേറയുടെ അഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആഡംബര ഹോട്ടൽ റിസോർട്ടാണ് അറ്റ്ലാന്റിസ് ദ പാം. ദ്വീപിൽ നിർമ്മിച്ച ആദ്യത്തെ റിസോർട്ടായിരുന്നു ഇത്. അറ്റ്ലാന്റിസ് എന്ന മിഥ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണിത്. എന്നാൽ വ്യത്യസ്ത അറേബ്യൻ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. 2008 സെപ്റ്റംബർ മാസം 24-ാം തീയതിയായിരുന്നു ഈ ഹോട്ടൽ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ അറ്റ്ലാന്റിസ് ദ പാം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് മാപ്പിൽ നിന്ന് തന്നെ ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത ഇതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിലെ ജുമേറയിലെ പേർഷ്യൻ ഗൾഫിലെ കൃത്രിമ ദ്വീപുകളുടെ ഒരു ദ്വീപ സമൂഹമാണ് പാം ജുമേറ. മാപ്പിൽ കാണുന്നത് പോലെ അൽ സൂഫോ 2 എന്ന സ്ഥലത്ത് കൂടി പാം ജുമേറ എന്ന് എഴുതിയിരിക്കുന്ന നൂൽ പോലെ കാണുന്ന ആ ചെറിയ റോഡിലൂടെ മാത്രമേ നമുക്ക് ദ്വീപിലുള്ള ഈ റിസോർട്ടിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടേക്ക് വരാൻ വേറെ വഴികളൊന്നും തന്നെയില്ല. ഞാൻ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. ഹോട്ടലിൻ്റെ ഉയർന്ന 2 വാതിലുകളിലും കടൽ കുതിര, പിരാന എന്നിവ വളരെ മനോഹരമായി കൊത്തിവച്ചിട്ടുണ്ട്. ചുവന്ന പരവതാനിയിലൂടെ നടന്ന് ഹോട്ടലിൻ്റെ ഉയർന്ന പ്രവേശന കവാടത്തിലൂടെ ഉള്ളിലേക്ക് നടക്കുകയാണ്. ഞാൻ അകത്തേക്ക് കയറുകയാണ്. തന്നെത്താനെ തുറക്കുന്ന മനോഹരമായ 2 വാതിലുകൾ തുറന്ന് ഞാൻ പ്രവേശന ഹാളിലേക്ക് കടക്കുകയാണ്. അവിടെ വളരെ മനോഹരമായ ഒരു ലോബി കാണാം. അവിടെ അതിഥികളെ സഹായിക്കുന്നതിന് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഈ കാണുന്നതാണ് ആ ഹെൽപ്പ് ഡെസ്ക്. ഹോട്ടൽ റിസപ്ഷൻ ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഹോട്ടലിൻ്റെ ലോബിയുടെ മനോഹാരിതയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഹാളിൽ നിന്നും ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈസ്റ്റ് ടവർ ലിഫ്റ്റ്, ദ അവന്യൂസ്, ദ ലോസ്റ്റ് ചേംബർ അക്വേറിയം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരുപാട് അതിഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. വളരെ മനോഹരമായ ലൈറ്റുകൾ കൊണ്ടാണ് കോറിഡോർ അലങ്കരിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികളാണ് ഇവിടെ താമസിക്കാൻ വേണ്ടി എത്തുന്നത്. പോകുന്ന വഴിയിൽ ദ അറ്റ്ലാന്റിസ് എസെൻഷ്യൽസ്, സ്റ്റെഫാനോ റിച്ചി എന്നീ ഷോപ്പുകളും എയംന എന്ന പ്രശസ്ത ലെബനീസ് റെസ്റ്റോറൻറ്റും ഈ ഹോട്ടൽ റിസോർട്ടിനുള്ളിലുണ്ട്. വളരെ മനോഹരമായി തിളങ്ങുന്ന ടൈലുകൾ കൊണ്ടാണ് ഹോട്ടലിൻ്റെ തറകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ദ ലോസ്റ്റ് ചേംബർ അക്വേറിയത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ എത്താറായിരിക്കുകയാണ്. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഇൻറ്റീരിയറിലൂടെ നടന്ന് ഞാൻ പതുക്കെ ദ ലോസ്റ്റ് ചേംബർ അക്വേറിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ ലോസ്റ്റ് ചേംബർ അക്വേറിയം. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ സ്രാവുകൾ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ദുബായ് മോഡൽ അക്വേറിയത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പടികളിറങ്ങി ദ ലോസ്റ്റ് ചേംബർ അക്വേറിയത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ അക്വേറിയത്തിൻ്റെ ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്രാവുകളെ വളരെ അടുത്തു നിന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു റിസോർട്ട് ബുക്കിംഗ് പോയിൻ്റ് ഉണ്ട്. ആ റിസോർട്ട് ബുക്കിംഗ് പോയിൻ്റാണ് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ടവറിലേക്ക് പോകുന്ന ലിഫ്റ്റിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ആളുകൾ ലിഫ്റ്റിൽ കയറാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ന്യൂയോർക്ക്, ലണ്ടൻ, ദുബായ്, ഹോങ്കോങ്, സിഡ്നി എന്നീ രാജ്യങ്ങളിലെ സമയം ക്രമീകരിച്ച പ്രത്യേകം ക്ലോക്കുകൾ വെച്ചിട്ടുണ്ട്.
ഞാൻ ഇപ്പോൾ വന്ന അതേ വഴിയിലൂടെ തിരിച്ച് ഹോട്ടലിൻ്റെ പ്രവേശന ഹാളിലേക്ക് പോവുകയാണ്. ഹോട്ടലിൻ്റെ ലോബി നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്ര മനോഹരമായ ലോബിയാണ് അല്ലേ? വാൾട്ട് ഡിസ്നി വേൾഡും ബാഴ്സലോണയിലെ സാഗ്രഡ ഫാമിലിയ ബസിലിക്കയും തമ്മിലുള്ള ഒരു ക്രോസ് ഇതെന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കാണിക്കുകയാണ്. ഇവിടെ UAE ഭരണാധികാരികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തിരികെ അകത്തേക്ക് വന്ന അതേ തന്നെത്താനെ തുറക്കുന്ന 2 വാതിലുകളിലൂടെ പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഞാൻ വന്ന അതേ വഴികളിലൂടെ തന്നെത്താനെ തുറക്കുന്ന ആ ഡോറ് അടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് തുറന്നു. അതുപോലെ തന്നെ ഞാൻ അടുത്ത ഡോറിനടുത്തേക്ക് വരികയാണ്. ഒരുപാട് അതിഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കായി ഹോട്ടലിൻ്റെ മുന്നിലെ വലതുവശവും അതുപോലെ തന്നെ ഇടതുവശവും ദൃശ്യങ്ങളിൽ കാണിക്കുകയാണ്. അങ്ങനെ ഞാൻ പതുക്കെ പുറത്തേക്ക് നടന്നു വരികയാണ്. അതിഥികൾ കാറിൽ വരുമ്പോൾ സ്വീകരിക്കുന്ന ഭാഗമാണിത്. ഹോട്ടലിൻ്റെ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ അതിഥികളെ സ്വീകരിക്കുന്നതിനായി പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഹോട്ടലിൻ്റെ ഏറ്റവും പുറമേ നിന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അതിനായി ഞാൻ പുറത്തേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഹോട്ടലിലെ സ്റ്റാഫുകളാണിത്. ഒരിക്കൽ കൂടി ഹോട്ടലിൻ്റെ പുറമേ നിന്നുള്ള ഏറ്റവും അടുത്തു നിന്നുള്ള മനോഹാരിതമായ ദൃശ്യം നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. ഇവിടെ നിന്നും ഞാൻ പതുക്കെ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഹോട്ടലാണ് അറ്റ്ലാന്റിസ് ദ പാം. ഇവിടെ 2317 മുറികളാണ് ഈ ഹോട്ടലിലുള്ളത്. ഒരു നൈറ്റ് താമസിക്കുന്നതിന് 1893 ദിറംസാണ് നമ്മളിവിടെ അടയ്ക്കേണ്ടത്. അതായത് 45,000 ഇന്ത്യൻ രൂപ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ.